യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരത്തോടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയമായി അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. കർത്തൻ ചെയ്ത നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കാം, ദൈവം ചെയ്ത ദൈവീയ പ്രവൃത്തികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഈ പൽക്കാലമായിരിക്കാം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ആമീൻ. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. ആമീൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നമ്മെ സഹായിപ്പാൻ, കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നിന്ന്, കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിപ്പാൻ, നമ്മെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആരും കാണത്തില്ലായിരിക്കാം. സ്തോത്രം. ആർക്കും കഴിയാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം തന്റെ ദൂതനെ നമുക്ക് വേണ്ടി ഈ പകൽക്കാലം അയക്കും. സ്തോത്ര. നാം ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് കർത്താവ് വിടുവിക്കേണ്ടതിനായി, പ്രതികൂലത്തിൽ നിന്ന് ഒരു കേടും പറ്റാതെ നമ്മെ പുറത്തു വരേണ്ടതിനായിട്ട് ദൈവം തന്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കും. സ്തോത്ര. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ കണ്ട് പതറിപ്പോണ്ട, പ്രതികൂലങ്ങളെ കണ്ട് നിരാശപ്പെട്ടു പോകണ്ട. സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ വെല്ലുവിളികൾ തകരുവാനായിട്ട് ഇടയെത്തിര, പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ വെല്ലുവിളികൾ മുട്ടുമടക്കുവാനായിട്ട് ഇടയെത്തിര. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്ര, പ്രയാസങ്ങളും പ്രതിസന്ധികളും കണ്ട് പ്രാർത്ഥന മുടക്കുകയല്ല, പ്രാർത്ഥന വർദ്ധിപ്പിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അവന് വേണ്ടി ദൈവം തന്റെ ദൂതനെ ഈ പകൽക്കാലം ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിനെ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായെ അടച്ചു കളഞ്ഞു. അവന്റെ സനെ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദാനിയേൽ രാജാവ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായി പറയുന്ന ഒരു കാര്യമാണ്, സിംഹങ്ങൾ എനിക്കു കേടുവരുത്താതെ ഇരിക്കേണ്ടതിനെ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. ആമേൻ. സ്തോത്ര. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ഈ പകൽക്കാലം ഹല്ലേലൂയ നിനക്ക് കേടുവരുത്താതെ ഇരിക്കേണ്ടതിനെ ദൈവം തന്റെ ദൂതനെ ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി അയക്കും. സ്തോത്ര. അതേ സ്തോത്രം. ആ ദൂതൻ വന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? അവയുടെ വായെ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ പ്രതികൂലത്തിന്റെ നടുവിലാണ് കടന്നു പോകുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതനോട് ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, ദൈവം തന്റെ ദൂതനെ അയച്ച് ചിലതിന്റെ വായെ അടച്ചു കളയും. ദൈവം അടച്ചാൽ ആർക്കും തുറപ്പാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതന് വേണ്ടി ദൈവം തന്റെ ചിലതിനെ അടപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശ്വസ്ത പ്രവാചകനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ആ വിശ്വസ്ത പ്രവാചകനായിരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്ന ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് സിംഹങ്ങളുടെ വായ അടച്ച് ദൈവം അതിനെ ദാനിയേലിനെ ദൈവം സംരക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ
തീർന്നുവെങ്കിൽ, ദൈവം പരിപാലിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ഈ പകൽക്കാല അസാധാരണമായ രീതിയെ ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടാൻ പോകിയ. സ്തോത്ര. നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളികൾ ഈ പകൽക്കാലം അടയാൻ പോകിയ. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ നീ പകൽക്കാലം മാറി ഒരു സ്വസ്ഥതയോടെ നീ പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമുക്ക് 6-ാമത്തെയും 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി അവിടെ കാണുവാൻ സാധിക്കുന്ന, പ്രാർത്ഥിക്കുന്നവന് പ്രതികൂലങ്ങൾ കടന്നു വരികയില്ല എന്നല്ല, പ്രാർത്ഥിക്കുന്നവന് നിയമങ്ങൾ എതിരായി കടന്നു വരികയില്ലെന്നല്ല. പക്ഷെ ആ നിയമങ്ങൾ കടന്നു വരുമ്പോഴോ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴോ പ്രാർത്ഥന മുടക്കുകയല്ല അവിടെ ദാനിയേൽ ചെയ്തത്. അതിന്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ കാണുന്നു. അപ്രകാരം പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതന് വേണ്ടിയാ സ്വർഗം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്വർഗത്തിലെ ദൈവം ദൂതനെ അയക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. പ്രിയതേ മക്കൾ, ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ദാനിയേൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ അവൻ വീട്ടിൽ ചെന്നു. അവൻ വേറെ എവിടെയെങ്കിലും പോയെന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ രാജാവിന്റെ അടുക്കൽ പോയെന്നോ, അല്ലെങ്കിൽ രാജാവിനെ കൊണ്ട് ഇത് എഴുതിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച സ്തോത്രം മറ്റുള്ളവരുടെ അധ്യക്ഷന്മാരുടെ അടുക്കിലേക്കോ പ്രധാന ദേശാധിപന്മാരുടെ അടുക്കിലേക്കോ അല്ല ദാനിയേൽ കടന്നു പോയത്. താൻ വീട്ടിൽ വന്നു. സ്തോത്രം. വീട്ടിൽ വന്നത് എന്തിന് അവിടെ കാണുന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. സ്തോത്രം. അവന് അറിയാം. സ്തോത്രം. അവന്റെ വീട്ടിനകത്ത് ഒരു മാളിക മുറിയുണ്ട്, ഒരു പ്രാർത്ഥന റൂമുണ്ട്. ഒരിക്കലും അടയ്ക്കപ്പെടാത്ത, ഒരു പ്രതിസന്ധിക്കകത്തും അടയ്ക്കപ്പെടാത്ത ഒരു പ്രാർത്ഥന റൂം ഉണ്ട്. സ്തോത്രം. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, എത്ര തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, എത്ര തന്നെ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ, നിന്റെ പ്രാർത്ഥന റൂം അടയരുത്. നിന്റെ മാളിക റൂം അടയപ്പെടുവാൻ ഇടയാക്കരുത്. സ്തോത്ര. നീ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ഉള്ള പ്രാർത്ഥനാ ലൈഫില് അതിന് യാതൊരു പ്രതികൂലങ്ങൾ കടന്നു വന്നാല് അതിനെ മുടക്കുവാൻ അനുവദിച്ചു കൊടുക്കരുത്. സ്തോത്രം. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തുറന്ന് താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ താൻ എന്താണ് മുമ്പേ ചെയ്തു വന്നത്, രേഖ എഴുതുന്നതിന് മുമ്പേ താൻ എന്താണ് ചെയ്തു വന്നത്, എപ്രകാരമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, അതേ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ കാണുവാൻ സാധിക്കുന്നു. ഈ പൽക്കാലം ചിന്തിച്ചു നോക്ക്. നമുക്ക് എല്ലാ സുഖകാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ചിലപ്പോൾ കഴിയുമായിരിക്കാം. പക്ഷേ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നിട്ട് ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി വരുമ്പോ നമുക്ക് എത്ര പേർക്ക് ദൈവസനെ മുടങ്ങാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുവാൻ കഴിയുന്നുണ്ട്, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്. നാം ഫോൺ എടുത്തു വെച്ച് മാറി മാറി പലരെയും വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ട് നാം ചെന്ന് നിരാശപ്പെട്ടിരിക്കും. പക്ഷേ ഇവിടെ കാണുവാൻ സാധിക്കുന്നു ദാനിയേൽ അതല്ല. ആരുടെങ്കിലും ചുമലിൽ പ്രാർത്ഥനാ വിഷയത്തെ വച്ചു കൊടുത്തിട്ട് മൗനമായിട്ടിരുന്ന ദാനിയേലിനല്ല കണ്ടത്. താൻ ദിവസേന ചെയ്യുന്നത് പോലെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. താൻ മുൻപേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സനി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വെല്ലുവിളിയുടെ മുമ്പാകെ നീ ദൈവസന്നിധി മുട്ടുമടക്കുവാൻ തയ്യാറായ വെല്ലുവിളികൾ നിന്റെ മുമ്പാകെ മുട്ടുമടക്കും. സ്തോത്ര. ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കുന്ന ദൈവ പൈതന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീര. ദൈവസന്നിധി നീ മുട്ടുമടക്കിയ ലോകത്തിന്റെ മുമ്പാകെ നീ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവസേന മുട്ടുമടക്കുന്നതിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളികൾ മാറും. സ്തോത്രം. വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ മാറുവാനായിട്ട് ഇടയത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. പ്രതിസന്ധിയുടെ നടുവിലാണോ, രേഖ നിനക്ക് എഴുതിയ നടുവിലാണോ നിൽക്കുന്നത്, നിയമങ്ങൾ നിനക്ക് പ്രതികൂലമായ നടുവിലാണോ നിൽക്കുന്നത്, ഭാരപ്പെടേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവസനി മുട്ടുമടക്കി നീ ദൈവസനി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇപ്രകാരം ഒന്ന് ചെയ്തതിനായി സ്തോത്രം പറയുക. ദൈവം ഇതിനകത്തൊരു ദൈവപ്രവൃത്തി ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുക. സ്തോത്രം. അതിനകത്തുനിന്ന് ഹല്ലേലൂയ ഒരു കേടും പറ്റാതെ വണ്ണം നിന്നെ
സൂക്ഷിക്കുന്ന ഒരു കരം കൂടെ ഇരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ പ്രതികൂലങ്ങളെ ജയിക്കും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ പ്രതികൂലങ്ങളും ഹല്ലേലൂയ തകരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. പ്രതിസന്ധിയുടെ നടുവിൽ ആരെല്ലാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായോ അവന്റെ മുമ്പിലൊക്കെ വെല്ലുവിളികൾ തകർന്നിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ശത്രുമണ്ഡലം ചിന്തിക്കും, ഇവന്റെ മുമ്പിൽ രേഖകൾ എഴുതി കഴിഞ്ഞാ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാ ഇതോടുകൂടി ഇവന്റെ പ്രാർത്ഥന ലൈഫ് തീരും, ഇതോടുകൂടി ഇവന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം തീരും. സ്തോത്രം. അതിനുവേണ്ടിയാ പലതും കൊണ്ടുവരുന്ന. പക്ഷേ നാം അതിനെ കണ്ട് തിരിച്ചറിയണം. ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അവനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. അവിടെയാ ഒരു ദൈവ പൈതന് ജയം, അവിടെയാ ഒരു ദൈവ പൈതന് വിടുതൽ. സ്തോത്രം. പ്രാർത്ഥനകൾ മുടക്കുവാനല്ല. നാം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നെങ്കിൽ 1 പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുക. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കയറുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറുവാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ. പ്രതിസന്ധി കടന്നു വന്നപ്പോ ചെന്ന് മുട്ടുമടക്കിയ ഒരു ദാനിയേലല്ല കാണുവാൻ സാധിക്കും. താൻ ദിവസേന ചെയ്തു വരുന്നുണ്ട്. ഒരു പതിവുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവവുമായിട്ടുള്ള ഒരു പ്രാർത്ഥന ബന്ധം ഒരു പതിവാക്കി അങ്ങ് മാറ്റണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന് എന്തെല്ലാം വന്നെന്നും പറഞ്ഞാൽ ആ പതിവുകളെ മുടക്കി കളയരുത്. പതിവുകളെ മാറ്റിക്കുവാൻ, ഇല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നിന്ന് അകറ്റിക്കളയുക. പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം, പല തിരക്കുകൾ കടന്നു വരാം. പക്ഷേ നാം എന്ത് ചെയ്യുന്നു? പതിവുകളെ മാറ്റരുത്. സ്തോത്രം. ഹല്ലേലൂയ. പദവികളെ മാറ്റാതെ നാം ദൈവസന്നിധിയിൽ ഇരിക്കണം. സ്തോത്രം. നമുക്കറിയാം പലപ്പോഴും പല സ്തോത്ര രീതിയിലുള്ള അവർ വ്യക്തികളെ കാണുവാൻ സാധിക്കുന്നു. അവരെന്തെല്ലാം സാഹചര്യങ്ങൾ കടന്നു വന്നാൽ അവരുടെ ആ പ്രാർത്ഥന ടൈമിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ എവിടെ ആയിക്കൊള്ളട്ടെ അവർ മുട്ടുമടക്കുന്ന ഒരു അനുഭവം. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പകൽക്കാലം ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവസേനയെ എടുത്ത ഉടമ്പടി പ്രകാരം ദൈവസേനയിൽ എപ്പോഴൊക്കെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമായിരിക്കും എന്ന് പറഞ്ഞു, ആ ഒരു ടൈമൊക്കെ കീപ്പ് ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്ര. അവന് വേണ്ടിയ ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായി തീരുന്ന. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴി ഇടുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നവർ സിംഹത്തിന്റെ കുഴിയിലേക്ക് ചെല്ലുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, മുട്ടുമടക്കി പ്രാർത്ഥിച്ച ദാനിയേലിന്റെ മുമ്പാകെ സ്തോത്ര സിംഹം മുട്ടുമടക്കി. നീ ദൈവസന്നിധി മുട്ടും മടക്കിയിട്ട് നീ ഒരു പ്രശ്നത്തിനകത്തേക്ക് കടന്നു പോകുമ്പോ നിന്റെ മുമ്പിൽ അത് മുട്ടുമടക്കിയിരിക്കും. ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്നത് ഹല്ലേലൂയ ശത്രുവിന് എതിരെയുള്ള ഒരു ആയുധമത്രേ. സ്തോത്ര. ആ ആയുധത്തെ നീ മൂർച്ച കൂട്ടിയിട്ട് ഈ പകൽക്കാലം നിന്റെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് കടന്നു പോകൂ. നിന്റെ എവിടെയാണ് പ്രതികൂലമായി നിൽക്കുന്നത്? എവിടെയാണ് നിനക്കെതിരെ നിയമം നിൽക്കുന്നത്? എവിടെയാണ് നിനക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നത്? ജോലി മേഖലയിലാണോ? ഹല്ലേലൂയ. ഏതെങ്കിലും കമ്പനിക്കകത്താണോ? ഏതെങ്കിലും മറ്റാരെങ്കിലും ഇടപെടുന്ന കാര്യത്തിലാണോ? എവിടെ ആയിക്കൊള്ളട്ടെ, നീ ദൈവസേനയെ മുട്ടുമടക്കിയിട്ട് നിന്റെ മുമ്പാകെ ഹല്ലേലൂയ നീ ആ വിഷയത്തിന്റെ മുമ്പിൽ കടന്നു പോകുമ്പോ പ്രിയ ദൈവ പൈതലേ, അവിടെ ദൈവം തന്റെ ദൂതനെ അയച്ച് ചിലതിന്റെ വായ അടച്ചിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. എത്ര തന്നെ കടിച്ചു കയറാൻ നിൽക്കുന്നതായിക്കൊള്ളട്ടെ, അതിന് ചലിക്കുവാൻ കഴിയാതെ, അതിനെ ശബ്ദിക്കുവാൻ കഴിയാതെ വണ്ണ ദൈവം ചിലതിനെ അടയ്ക്കും. ഈ പകൽക്കാലം വിശ്വസിക്ക, ദൈവം ചിലതിനെ അടച്ചു കളഞ്ഞ പിന്നെ അതിനാർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായ അടച്ചതായ ദൈവ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവസനി വിശ്വാസത്തോടു കൂടെ ആയിരിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ദൈവം ചിലതിന്റെ വായ അടപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവിടെ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. രാജാവിന് ഉറക്കം വന്നില്ല. സ്തോത്രം. രാജാവ് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവിടെ പുറത്തു നിന്നുകൊണ്ട് വിളിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അരികത്ത് വന്നിട്ട് വിളിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതനെ രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു ദൈവമുണ്ടെന്ന് അവിടെ
അവിടെ മറുപടി പറയുവാൻ ദാനിയേലിന് ഇടയാക്കി. കാരണം ദാനിയേലിന്റെ ദൈവം ഒരു കേടും വരുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയ ദൈവമക്കളെ, വെല്ലുവിളികൾ കടന്നു വരുമ്പോ, പരിശോധനകൾ കടന്നു വരുമ്പോ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോ നീ ദൈവസ്വനെ മുട്ടുമടക്കുന്നുവെങ്കിൽ ചിലരോട് മറുപടി പറയത്തക്ക രീതിയിൽ ഒരു കേടും പറ്റാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരത്തിൽ ദൈവം നിന്നെ പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരാം. ദാനിയേൽ പറയുന്നുണ്ട്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. നമുക്കൊരു ദൈവമുണ്ട് പ്രിയ ദൈവമക്കളെ. ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയതായ ദൈവം നാം നിലവിളിക്കുമ്പോ, നാം കരയുമ്പോ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നാം നിലവിളിക്കുമ്പോ, നാം പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോ അകലം വിട്ടു പോകുന്ന ഒരു ദൈവമല്ല. പ്രതിസന്ധിയുടെ നടുവിൽ നാം നിൽക്കുമ്പോ, നാം പ്രതിസന്ധിക്കകത്ത് ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്നു. ഇവിടെ ദൂതനെ അയച്ച് ദൈവസിംഹത്തിന്റെ വായ അടപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെക്ക് നിനക്ക് മുമ്പായി ദൈവം തന്റെ ദൂതനെ അയക്ക. ആ ദൂതൻ ചെന്ന് അടയ്ക്കേണ്ടതിനെ അടയ്ക്കും. ഈ പകൽക്കാലം ചില വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, പ്രയാസപ്പെടുന്നുണ്ടായിരിക്കാം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സിംഹത്തിന്റെ വായ അടച്ചതായ ദൈവ നിന്റെ മുമ്പിൽ നിന്ന് പ്രതികൂലമായി വെല്ലുവിളിക്കുന്ന ചില മേഖലകളെ ദൈവം അടയ്ക്കുവാനായിട്ട് തീരും. സ്തോത്രം. നിനക്കൊരു കേടും പറ്റാതെ ദൈവം അനുവദിക്കില്ല. എന്റെ ദൈവം. ഹല്ലേലൂയ. അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ ദൈവം. ഹല്ലേലൂയ. ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം. ഹല്ലേലൂയ. അതെ, ആ ദൈവം. ഹല്ലേലൂയ. അതെ, ആരാണ് രേഖ എഴുതി ആ വ്യക്തി പറഞ്ഞു, നീ ഇടപെടാതെ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പ്രയാസത്തിന്റെ മധ്യത്തിൽ നീ പതറിപ്പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, ലജ്ജിക്കാതെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുക നിന്റെ വായിൽ ദൈവം തരും. ഹല്ലേലൂയ. നീ അധൈര്യപ്പെട്ടു പോകാതെ, നീ ഉറപ്പോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന, നിന്റെ പ്രാർത്ഥന മുടക്കാതിരുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകൽച്ചയുണ്ടാകാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അത് മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ പറയുന്നു, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു. ഈ പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും? ആരെല്ലാം പ്രയാസപ്പെട്ടോ അവിടേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു ദൈവം ഇതിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവനെ ധൈര്യപ്പെടുത്തുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ, അവന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു കേടും പറ്റാതിരിക്കേണ്ടതിനെ ദൈവത്തിന്റെ ദൂതനെ അയക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അതിവേദനയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സ്വർഗം തുറന്ന് ദൈവം തന്റെ ദൂതനെ അയച്ചു തന്നെ ശക്തീകരിച്ചു. സ്തോത്ര. അതേ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ നീ ക്ഷീണിച്ചു പോകുമ്പോ, നീ തളർന്നു പോകുമ്പോ നിന്നെ ധൈര്യപ്പെടുത്തേണ്ടതിനെ ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി കാണുവാൻ സാധിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ ഇനി രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു പോകുന്ന സാഹചര്യത്തിലും അന്ന് രാത്രി കർത്താവിന്റെ ദൂതൻ തന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, നീ റോമിൽ എത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അങ്ങനെയൊക്കെ ആരെല്ലാം ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ടിടത്തുന്നു അവരുടെ മുമ്പിലേക്ക് ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്ക, നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. ദൂതൻ നിനക്ക് മുമ്പായി കടന്നു പോകുക, ദുർഘടങ്ങൾ നിരപ്പാകും. ഹല്ലേലൂയ. താമ്രക്കത്തുകളെ തകരും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഹല്ലേലൂയ. വഴികളെ തുറക്കുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ദൂതൻ കൂടെ കടന്നു പോയപ്പോ പത്രോസിന്റെ മുമ്പാകെ 1-ാം വാതിലും 2-ാം വാതിലും തുറന്നു, 3-ാം വാതിൽ സ്വയമേ തുറന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനും നിന്നെ ഇറങ്ങി വിടുവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, ദൈവത്തോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാർക്കു വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്രം. ഈ പകൽക്കാലം സ്തോത്രം, ദൈവസനിലായിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. ദൂതൻ വന്നിട്ട് വെറുതെ ഇരിക്കുകയല്ല, അവർ കാണുവാൻ ശ്രദ്ധിക്കുന്നു, തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ.
സ്തോത്രം. ഈ പകൽക്കാലം വിശ്വസിക്ക, ചിലതിന്റെ വായുകളെ ദൈവം അടയ്ക്കുവാനിടയെത്തീരും. മനുഷ്യന് അടയ്ക്കാൻ പറ്റാത്തതായിരിക്കാം. ആ പ്രതിസന്ധിയുടെ വായ അടയ്ക്കാൻ പറ്റാതെ വാ പിളർന്നു നിൽക്കുന്നുണ്ടായിരിക്കാം. നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ്, ആ പ്രശ്നത്തിനകത്ത് നിന്നെ വീഴ്ത്തിക്കളയുമെന്ന് പറഞ്ഞ്. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അടയ്ക്കുവാൻ അധികാരമുള്ളവൻ ഈ പകൽക്കാലം നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാം. ഏത് വിഷയമാകട്ടെ, നിന്നെ തകർത്ത് കളയും, നിന്നെ വിഴുങ്ങിക്കളയും, നിന്നെ ചിതറിക്കളയുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിന്റെ വായ്കളെ ദൈവം അടയ്ക്കുന്ന പകൽക്കാലം അത്രേ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കുക. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ രേഖ നിനക്കെതിരായി കടന്നു വരട്ടെ, നിയമങ്ങൾ നിനക്കെതിരായി കടന്നു വരട്ടെ, നിനക്കെതിരെ ആരെല്ലാം എഴുന്നേറ്റുകൊള്ളട്ടെ, നീ ദൈവസേനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാം. പ്രതികൂലത്തിന്റെ വാതിൽ അടയ്ക്കുന്ന പകൽക്കാലം എത്രേ. ഹല്ലേലൂയ. വിശ്വസ്ത പ്രവാചകന്റെ മുമ്പ് സിംഹങ്ങളുടെ വായെ ദൈവദൂതൻ അടച്ചതിനാൽ അവൻ ജീവനോടെ സുരക്ഷിതനായിരുന്നു. സ്തോത്ര. ഈ പകൽക്കാലം ആർക്കൊക്കെയോ വേണ്ടി ഒരു സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയെ, ഒരു കവചത്തെ ദൈവം സൃഷ്ടിക്കുന്ന പകൽക്കാലം അത്രേ. നീ കടന്നു പോകുന്ന മേഖല നിനക്ക് സുരക്ഷിതത്വം കാണത്തില്ലായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, സുരക്ഷിതം വരുത്തുവാൻ കഴിയുന്ന സർവശക്തന്റെ കര നിനക്ക് വേണ്ടി ഈ പകൽക്കാലം വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ കാണുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില മേഖലകളെ അടയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. സിംഹങ്ങളുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ഉള്ളവനത്രേ എൻ്റെ സ്വർഗത്തിലെ ദൈവം. കാരണം എന്തേ, ഉണ്ടാകട്ടെ എന്ന് സ്വർഗത്തിലെ ദൈവം പറയുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ സിംഹം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ സിംഹം എങ്ങനെ ചലിക്കണമെന്നുള്ള അധികാരം എൻ്റെ ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാ സകലതുമായിരിക്കുന്നത്. അങ്ങനെ ആ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും നിന്റെ മുമ്പാകെ അനങ്ങുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം ചിലത് സംസാരിക്കും. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം ചിലതിനോട് ഈ പകൽക്കാലം ഇടപെടും. ഹല്ലേലൂയ. നിനക്കെതിരായ രേഖകൾ എഴുതി വച്ചിരിക്കുന്നുണ്ടായിരിക്കാം. നിന്നെ തീർത്തുകളയുവാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലതിന്റെ വായെ ദൈവം അടയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അതേ, രാജാവ് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ഒടുവിലത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോ, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതേ, സിംഹത്തിന്റെ വായിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ചതായ ദൈവം അത്രേ ഞാനും നിങ്ങളും സേവിക്കുന്ന നമ്മുടെ ദൈവം. സ്തോത്രം. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നീ ദൈവസനെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ ഏത് പ്രതികൂലങ്ങളോ മുട്ടുമടക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല, നീ മറ്റുള്ളവരുടെ സഹായം തേടി പോകുകയല്ല. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് കയറുക. നിനക്കൊരു പ്രാർത്ഥനാ റൂം ഉണ്ടായിരിക്കണം. അത് എപ്പോഴും തുറക്കപ്പെട്ടിരിക്കണം. ആ പ്രാർത്ഥനാ റൂമിനകത്ത് കയറി നീ ദൈവസന്നിധി നിന്റെ വിഷയം പറഞ്ഞ് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോ, നീ പുറത്തിറങ്ങി വരുമ്പോ നിന്റെ മുമ്പിൽ പ്രശ്നം നിന്നിരിക്കാം. പക്ഷേ ആ പ്രശ്നത്തിന്റെ ഗൗരവത്തെ ദൈവം അടക്കിയിരിക്കുക. ആ പ്രശ്നം മാത്രമേ അവിടെ കാണത്തുള്ളൂ. ആ പ്രശ്നത്തിന് നിന്നെ ഒരു കേടും വരുത്താൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. അതിന്റെ ശക്തിയെ, അതിന്റെ പവറിനെ നീ മുട്ടുമടക്കിയ നിമിഷം തന്നെ എന്റെ സ്വർഗത്തിലെ ദൈവം ഇല്ലായ്മ ചെയ്തിരിക്കും. ഹല്ലേലൂയ. നീ ചിലതിനെ തകർത്തട്ട, നീ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോൾ തന്നെ നിനക്കെതിരായി വെല്ലുവിളിക്കുന്ന മേഖലകളുടെ ശക്തിയെ ദൈവം തകർത്തിരിക്കും. സ്തോത്രം. അത് വെറുതെ ഒരു ഷോയ്ക്ക് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അതിന് ചലിക്കുവാൻ കഴിയത്തില്ല. അതിന്റെ വായകളെ അനക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു ആയുധമായി നാം പോരാടുവാനായിട്ട് ഉപയോഗിക്കണം. ഹല്ലേലൂയ. നിനക്കെതിരായി കടന്നു വരുന്ന വെല്ലുവിളികളെ തകർക്കുവാൻ ഉപയോഗിക്കണം. ഹല്ലേലൂയ. സ്തോത്രം.
പ്രിയതേ മക്കൾ, ഈ പകൽക്കാലം വിശ്വസിക്കുക. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വെല്ലുവിളികൾ കടന്നു വരികയല്ലെന്നല്ല, ഒത്തിരി വെല്ലുവിളികൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും. പക്ഷേ പ്രാർത്ഥനയാൽ നീ പലതിനെയും ജയിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ നീ പലതിനെ ഓവർകം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിനക്കൊരു കേടും പറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തിനൊരു കേടും വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജോലി മേഖല ഒരു കേടും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയ്ക്കകത്ത് ഒരു കേടും പറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. കേടുകൾ വരുത്തുവാൻ നോക്കുന്ന ഹല്ലേലൂയ ശത്രുമണ്ഡലം കാണുമായിരിക്കും. പക്ഷേ നീ അത് തിരിച്ചറിഞ്ഞ് നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് കയറി പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ. കേടുകൾ വരുത്തുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, നശിപ്പിച്ചു കളയുവാൻ ശത്രുരേഖകൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചറിഞ്ഞിട്ട് പ്രാർത്ഥനാ റൂമിനകത്ത് മുട്ടുമടക്കണം. സ്തോത്രം. ഒരു കേടും പറ്റാതെ വണ്ണം അതിനെ ദൈവം വിട്ടുകളയുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ചില പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ചില രേഖകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ചില നിയമങ്ങൾ നിങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ടായിരിക്കാം, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ചിലരുടെ വായെ ഹല്ലേലൂയ മൂർച്ചയുള്ളതാക്കി നിൽക്കുമ്പോ നിങ്ങൾക്ക് ഭീതികൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. എങ്ങനെ അവരുടെ മുമ്പാകെ ഓവർകം ചെയ്യുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. വിഷയത്തിന്റെ മുമ്പാകെ സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പേ, കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പേ നീ ദൈവസനി മുട്ടുമടക്ക്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി അപ്പാ എന്ന് വിളിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്ക്. ദൈവസനി പ്രാർത്ഥിച്ചിട്ട് നീ വിഷയത്തിന്റെ നടുവിലേക്ക് കടന്നപ്പോ ആ വിഷയം നിന്റെ മുമ്പേ മുട്ടുമടക്കിയിരിക്കും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ചില വിഷയങ്ങൾ മുട്ടുമടക്കിയ നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങൾ, നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങൾ, പലരും നിനക്കെതിരായി പ്രതികൂലങ്ങൾ ഉണ്ടാക്കുന്ന ഭീഷണിയുടെ വാക്കുകൾ ഉയർത്തുന്ന അനുഭവങ്ങൾ ദൈവം ഈ പകൽക്കാലം ചിലതിനെ അടയ്ക്കുവാനായിട്ടിടയത്തീരും. ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. ഒരു കേടും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഒരു ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. അവിടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുന്നു, അവൻ തന്റെ ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. നിനക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് നോക്കി നിൽക്കുന്നവർ കാണുമായിരിക്കാം. ചില കേടുകൾ പറ്റുന്നത്, ചില നാശങ്ങൾ പറ്റുന്നത്, ചില പരാജയങ്ങൾ പറ്റുന്നത് കാണാൻ നോക്കി നിൽക്കുന്നവർ കാണും. അവിടെ പറയുന്നു, അവന് ഏതൊരു കേട് പറ്റിയതായി കണ്ടില്ല. പ്രിയ ദൈവമക്കളെ, ആർക്കും നിനക്കൊരു കേടും പറ്റിയതായി കാണാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. കാരണം കേട് വരുത്താത്ത ഒരു സർവശക്തന്റെ ചിറകിന്റെ മറവിലത്രേ ദൈവം നിന്നെ മറയ്ക്കുന്നത്. ഹല്ലേലൂയ. ഒരു കേടും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ കണ്ട് നീ അധൈര്യപ്പെട്ടു പോകണ്ട. മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ കണ്ട് നീ പതറിപ്പോകണ്ട. ഒരു കേടും പറ്റാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു കരമുണ്ട്. ആ കരം മാത്രമേ സുരക്ഷിതമായിട്ടുള്ളൂ. ആ കരത്തിൽ മാത്രമേ നിനക്ക് അഭയം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിലുള്ള ആരുടെ കൈക്കീഴിൽ ചെന്ന് പോയാൽ അവിടേക്ക് അപായങ്ങൾ കടന്നു വരാം, പ്രയാസങ്ങൾ. പക്ഷേ സുരക്ഷിതമായിരിക്കുന്ന ഒരു കരമെന്ന് പറയുന്നത് ആ കാൽവരി നിനക്ക് വേണ്ടി ആണികൾ അടിക്കപ്പെട്ട ഒരു കരം മാത്രമത്രേ. ആ കരത്തിന്റെ ചിറകിന്റെ മറവിൽ ആ കരത്തിലേക്ക് നിന്നെ ഒന്ന് ചേർത്തണയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോ ആ കരത്തിന്റെ കീഴിൽ നീ ഒന്ന് അമർന്നിരിക്കുക തയ്യാറാകുന്നുവെങ്കിൽ ഒരു കേടും പറ്റാതെ വണ്ണം നിന്നെ നിന്റെ കുടുംബത്തെയും പുറത്തെടുത്ത് മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന ദൈവം നമ്മുടെ ദൈവമെന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ അവൻ ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം, അവൻ ഭൂമിയെ ഉണ്ടാക്കിയതാ ദൈവം, സിംഹത്തിന്റെ വായ അടപ്പിച്ചതായ ദൈവമെന്ന് രേഖ എഴുതിയവരെ കൊണ്ട് പറയിപ്പിക്കുക എന്റെ ദൈവം ഇടയാക്കി തീർക്കും. സ്തോത്രം. ആ പ്രശ്നത്തിന്റെ നടുവിൽ
നടുവിൽ നിൽക്കുവാൻ നമുക്ക് പ്രയാസമായിരിക്കാം. അതിൽ കൂടി കടന്നു പോകുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതനെ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപയെ ദൈവം പകർന്നു തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രാർത്ഥിച്ച് കടന്നു പോയപ്പോ സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേൽ ഇട്ടപ്പോ ദാനിയേൽ പതറിപ്പോയില്ല. ദാനിയേൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ഇതിനകത്ത് എനിക്കൊരു കേടും പറ്റുകയില്ല. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവം നിന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ ഏത് പ്രതിസന്ധി വന്നാലും അവൻ അധൈര്യപ്പെട്ടു പോകാതെ ഉറച്ചു നിൽക്കേണ്ടതിനു വേണ്ടി അവന്റെ വിശ്വാസത്തിന്റെ തലം ദൈവം ബലപ്പെടുത്താം. അവന്റെ മേൽ കൃപ ദൈവം തരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം, രേഖകൾ നിനക്കെതിരായി കാണുമായിരിക്കാം. പക്ഷെ അതിനകത്ത് നീ അധൈര്യപ്പെട്ടു പോകാതെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോയാ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. ഈ പകൽക്കാലം ചിലതിനെ അടച്ചു കളയും. നിന്റെ ജീവിതത്തിനകത്ത് ഒരു കേടും പറ്റാതവണ എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ സംരക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കുന്ന ദൈവത്തിന്റെ കര കർത്താവ് ഇവരുടെ മുമ്പിൽ പ്രതിസന്ധികൾ കാണുമായിരിക്കാം, രേഖകൾ ഇവർക്കെതിരായി കാണുമായിരിക്കാം. അതിന്റെ നടുവിൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ ഈ പകൽക്കാലം തന്റെ ദൂതനെ അയച്ച് ചിലതിന്റെ വായ ദൈവം അടപ്പിക്കണമേ. ഒരു കേടും വരുവാൻ ഇടയാക്കരുതേ. കേടുകൾ വരുമെന്ന് അത് കാണാമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഒരു കേടും പറ്റിയില്ല എന്നവർ പറയത്തക്ക രീതിയിൽ അത്ഭുതം കൂടെ സാക്ഷ്യങ്ങളായിട്ട് ഇവര് പുറത്തു വരട്ടെ. ചില രേഖകൾ മാറട്ടെ, ചില നിയമങ്ങൾ മാറട്ടെ. കർത്താവേ, ദൈവകരം ചലിക്കട്ടെ. പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ മുട്ടുമടക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ചില വെല്ലുവിളികൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മാനവും മഹത്വം അങ്ങേക്കായി സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.